ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളാണ്. നമുക്കറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ കേട്ടറ്റ് എക്സാമിനുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പലരും കേട്ടറ്റിൻ്റെ ഹോൾ ടിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, സൈറ്റ് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞു. എനിവേസ് നമുക്ക് കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ മുതൽ സൈറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീട്രൈ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ എവിടെയാണ് എക്സാം സെൻറ്റർ എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇപ്പോൾ പലരും ചോദിച്ചായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ പ്രിൻ്റ് വേണമെന്ന്. കളർ പ്രിൻ്റ് എടുത്തുകൊള്ളുക. ഓക്കെ, കാരണം 10 രൂപയുടെ കേസേ ഉള്ളൂ. കളർ പ്രിൻ്റ് എടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ ഇരുന്നോളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുവാണെങ്കിൽ കേട്ടറ്റിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കിനി ഉടൻ തന്നെ എക്സാം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒഫീഷ്യലൊക്കെ വരുവാണെങ്കിൽ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. വീഡിയോസ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. ഇനി ഇത് കൂടാതെ നമ്മുടെ കേട്ടറ്റ് എക്സാം പ്രിപ്പറേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും എന്ത് ചെയ്യും, PYQസിനെ ഫോക്കസ് ചെയ്യുക. PYQസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഇനി നമ്മൾ എന്താണ് ഫുൾ ടോപ്പിക് വൈസ് നമ്മൾ നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം PYQs നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എന്താണ് കുറേയൊക്കെ എക്സാമിനെ കുറിച്ച് ഐഡിയാസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ പെട്ടെന്ന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പം മാക്സിമം എന്ത് ചെയ്യുക, PYQs നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്ലേലിസ്റ്റിനകത്ത്, ഇപ്പം എൻ്റെ ചാനലിലാണെങ്കിൽ പ്ലേലിസ്റ്റിനകത്ത് കേട്ടതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക. അല്ലാത്ത പക്ഷം PYQസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ PYQ ടോപ്പിക് വൈസും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റാണ് OMR ഷീറ്റ്. നമ്മൾ കേട്ടതിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എക്സാമിൻ്റെ OMR ഷീറ്റ് നിങ്ങളൊന്ന് പരിചയപ്പെട്ടു വേണം. കാരണം എങ്ങനെയാണത് ഫില്ല് ചെയ്യുന്നതെന്ന്. കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. OMR ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസുകൾ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഉണ്ട്, നമ്മുടെ ചാനലിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് കറക്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, കാരണം അപ്പോൾ അതിനകത്ത് നമ്മൾ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കാരണം മൊത്തം ബബിൾ ആയതുകൊണ്ട് എന്താ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യുക ബബിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. മെയിൻലി നമ്മളിപ്പോൾ അറിയുവാണെങ്കിൽ ഇപ്പോൾ കേട്ടറ്റ് 3-യിലാണെങ്കിൽ അതിനകത്ത് ലാംഗ്വേജ് 1 മലയാളം ഓർ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നോക്കുക ഏതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം തന്നെ വേണം നിങ്ങൾ മെയിൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്തപ്പോൾ ഏതെങ്കിലും ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഇല്ലെങ്കിൽ ഏതെങ്കിലും കൊടുത്തു കാണും. പിന്നീട് ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക, അതിനകത്ത് ഏതാണോ വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇനി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ വേറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡായി പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. മെയിൻലി കേട്ടറ്റ് 3-യും 4-നകത്തൊക്കെ വരുന്ന പ്രശ്നമാണിത്, ലാംഗ്വേജ് 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഏതാണോ വന്നിരിക്കുന്നത് അത് തന്നെ അറ്റൻഡ് ചെയ്ത് വേണം. ഓക്കെ, ഇനി അടുത്തതാണെങ്കിൽ ഇതാണ് നമ്മുടെ OMR ഷീറ്റ്. അതെങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടി ആണെങ്കിൽ നോക്കാം നമുക്ക്. ഓക്കെ, അതർവൈസ് നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഈ OMR ഷീറ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോണം. കാരണം അതൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഒന്നും അറിയാതെ പോയി എക്സാം എഴുതുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ അവിടെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് കേട്ടറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ID പ്രൂഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ആധാർ വെച്ചിട്ടാണ് അത് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ആധാർ തന്നെ കൊണ്ടുപോവുക, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം നിങ്ങൾ ഇനിയിപ്പോൾ ഫോട്ടോയുടെ കേസ് അത് വിഷയമൊന്നുമില്ല. കാരണം നമ്മൾ ആധാറിലും അപ്ലൈ ചെയ്താൽ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും അത് സെയിം ആവണമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ID പ്രൂഫായിട്ട് ആധാർ കൊടുത്തെങ്കിൽ അത് തന്നെ കൊണ്ടുപോകാനായിട്ട്
ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ പോയിന്റ്സുകൾ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമ്മൾ ഇനി ഒരു വീഡിയോ കൂടി നമുക്ക് എക്സാമിന് മുമ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.